അവരിരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടി തുന്നി ഒരു അരയാട ഉണ്ടാക്കി. അത്തിയില ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് കയറുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിന് പകരമായിട്ട് അത്തിയില ഉണ്ടാക്കിയെന്ന്. അത്തിയില ഉണ്ടാക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ നഗ്നത മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത്തിയില കൂട്ടി തുന്നി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും എന്നാൽ പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാമെന്ന് അവർ ചിന്തിച്ചോ? ഇല്ല. കാര്യം അങ്ങനെയുള്ള ശാരീരിക നഗ്നതയല്ല അവിടുത്തെ വിഷയം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത നിലയിൽ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ വിഷയം. അവർ ചിന്തിച്ചു അത്തിയില കൂട്ടി തുന്നിയാൽ തേജസ്സിൻ്റെ വസ്ത്രം കിട്ടുമെന്ന്. തേജസ്സിന് പകരം അത്തിയില ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ മതങ്ങളും ചെയ്യുന്നത്. തേജോമയനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തേജസ്സിൻ്റെ വസ്ത്രം വേണം, പുത്രാധികാരം വേണം.